നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 6ൽ ഞാൻ 3 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആകെ ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അതിന്റെ ആൻസേഴ്സ് എനിക്ക് കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, ഇനി എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ആൻസർ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഒരിക്കലും കമന്റ് ചെയ്യാൻ മടിക്കരുത്. എന്ത് തന്നെയായാലും നിങ്ങളുടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് തന്നെയായാലും എനിക്ക് കമന്റ് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ മാസ് ഓഫ് 0.250 മോൾ Na2SO4? Na2SO4 എന്താണ്? സോഡിയം സൾഫേറ്റ് ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മാസ് ഓഫ് 0.250 മോൾ Na2SO4. നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ള ഫോർമുല? മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ടൈംസ് മോളാർ മാസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് മോൾസ് 0.250 മോൾസ് ആണ് ടൈംസ് മോളാർ മാസ്. നമ്മുടെ സബ്സ്റ്റൻസ് എന്താണ്? Na2SO4 ആണ്. Na2SO4ന്റെ മോളാർ മാസ് എത്രയാണ്? 142.05 ഗ്രാംസ് പെർ മോൾ. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാംസ് പെർ മോൾ. മോളാർ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. 142.05 ഗ്രാംസ് പെർ മോൾ. യൂണിറ്റ് നിങ്ങൾ ഇതോടൊപ്പം തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഒരിക്കലും തെറ്റിപ്പോവില്ല. ഇവിടെ മോൾസ് എവിടെയാണ്? ന്യൂമറേറ്ററിലാണ്. ഇവിടെ മോൾസ് ഡിനോമിനേറ്ററിലാണ്. സോ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. 0.250 ടൈംസ് 142.05 അതെത്രയാണ്? 35.51 ഗ്രാംസ്. നമ്മുടെ മാസ് എത്രയാണ്? 35.51 ഗ്രാംസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CH3OH വിച്ച് ഈസ് മെത്തനോൾ ഇൻ 4.96 gram ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മാസ് തന്നിട്ടുണ്ട് അല്ലെ? മാസ് എത്രയാണ് തന്നിട്ടുള്ളത്? 4.96 ഗ്രാംസ്. മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഓവർ മോളാർ മാസ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള മാസ് എത്രയാണ്? 4.96 ഗ്രാംസ് ഓവർ മോളാർ മാസ്. നമ്മുടെ സബ്സ്റ്റൻസ് ഏതാണ്? മെത്തനോൾ ആണ്. CH3OH ആണ്. CH3OHന്റെ മോളാർ മാസ് എത്രയാണ്? 32.04 ഗ്രാംസ് പെർ മോൾ ആണ്. 32.04 ഗ്രാംസ് പെർ മോൾ. ഇവിടെ ഗ്രാംസ് ന്യൂമറേറ്ററിലുണ്ട്, ഇവിടെ ഗ്രാംസ് ഡിനോമിനേറ്ററിലുണ്ട്. നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ മോൾസ് എവിടെയാണ്? ഇവിടുത്തെ ഡിനോമിനേറ്ററിലാണ്. സോ ഇത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ വരും. 4.96 ഓവർ 32.04. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.155 മോൾസ് ആണ് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾ ശരിക്കും ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ സാധിക്കും അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഓവർ മോളാർ മാസ്. ഇനി മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും നമ്പർ ഓഫ് മോൾസും മോളാർ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മോളാർ മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസും മാസും തന്നിട്ട് മോളാർ മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മോളാർ മാസ് ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ എന്താവും? ന്യൂമറേറ്ററിൽ വരും അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എവിടേക്ക് പോകും? ഡിനോമിനേറ്ററിലേക്ക് പോകും. മോളാർ മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓവർ നമ്പർ ഓഫ് മോൾസ്. ഈ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഓവർ മോളാർ മാസ് എന്നുള്ള ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഒരെണ്ണം മാത്രം ഓർമ്മ വെച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്തായിരുന്നു നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ? A sample of 0.0150 mole ZnBr2 which is zinc bromide has a mass of 3.38 grams. What is its molar mass?
നമ്മളോട് മോളാർ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമ്പർ ഓഫ് മോൾസും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. എന്നിട്ട് മോളാർ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? മോളാർ മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓവർ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ മാത്യു ഒരു സംശയം ചോദിച്ചിരുന്നു. മാത്യു കുര്യൻ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്തത്. സോ താങ്ക് യു മാത്യു. ആ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തു. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ കൂടെ ടൈം സ്പെൻഡ് ചെയ്തല്ലോ. സോ അതിന് താങ്ക് യു സോ മച്ച്. ഇനി തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ. സോ ഇതിൽ മാത്യു ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് ഇവിടെ മോളാർ മാസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ZnBr2ൻ്റെ അതായത് സിങ്ക് ബ്രോമൈഡിൻ്റെ ഫോർമുല വെച്ച് നമുക്ക് മോളാർ മാസ് കണ്ടാൽ പോരെ എന്ന്. നമുക്ക് മോളാർ മാസ് അങ്ങനെ കാണാം. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാസും തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും വെച്ചിട്ട് നമ്മളോട് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഫോർമുല ഉപയോഗിച്ചല്ല മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ ഓഫ് മോൾസും മാസും ഉപയോഗിച്ചാണ് മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള മാസ് എത്രയാണ്? 3.38 ഗ്രാംസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.0150 മോൾസ് ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 225 grams per mole. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമ്പർ ഓഫ് മോൾസും മാസും തന്നിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ സിങ്കിൻ്റെയും ബ്രോമിൻ്റെയും റിലേറ്റീവ് ആറ്റോമിക് മാസസ് ആഡ് ചെയ്തിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ തന്നിട്ടുള്ള മാസും അതുപോലെ തന്നെ തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസും ഉപയോഗിച്ച് തന്നെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 5 grams ഓഫ് സൂക്രോസ്? ഓക്കെ, സോ സൂക്രോസിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ കാർബൺ ആറ്റംസിൻ്റെ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which one contains the greatest number of moles of sodium ions? 11.7 grams of NaCl or 13.25 grams of Na2CO3. Third one, an oxide of phosphorus has a molar mass of 220. It is 56.4% phosphorus. Find its molecular formula. Number 4, the molecular formula of an organic acid is CH3COOH. What is its empirical formula? നമുക്ക് മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല CH3COOH ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതാണ് നമ്പർ 5. Which gas sample contains the smallest number of molecules? Option A, 4 grams of helium. Option B, 16 grams of oxygen. C, 28 grams of CO2. D, 28 grams of nitrogen. ഇത്രയും ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സാധിക്കുന്നവരെല്ലാം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലാസ്റ്റ് വീക്ക് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. എൻ്റെ ലാപ്ടോപ്പിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീക്ക് വീഡിയോ ഇടാതിരുന്നത്. നിങ്ങളിൽ പലരും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ വേഗം വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഇനി ഞാൻ വേഗം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതായത് നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ ഇനി 2 വീഡിയോസ് കൂടെ വേണ്ടിവരും. അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്കിയോമെട്രി കാൽക്കുലേഷൻസ് ആണ് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് കാണാം. ഈ 2 വീഡിയോസും ഞാൻ ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത വീക്ക് തൊട്ട് സെക്കൻഡ് ചാപ്റ്റർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.